ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് സ്ട്രേഞ്ചേഴ്സ് സീക്രട്ട് റീഡിംഗ് പാർട്ട് 2 ആണ്. പാർട്ട് 1 ഇട്ട സമയത്ത് കുറച്ച് പേര് പറഞ്ഞു ഓക്കെ സെറ്റ്, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇതുപോലത്തെ വീഡിയോസ് വേണമെന്ന് പറഞ്ഞിട്ട്. സോ അവരുടെ ആഗ്രഹം അല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനത് നടത്തി കൊടുക്കുകയാണ് ഗൈസ്. ഇനിയും നമുക്ക് ഒരുപാട് പേരുടെ സീക്രട്ട് അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി ഇതാ, ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്താൽ മതി. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയില്ല, ജസ്റ്റ് നമ്മൾ സീക്രട്ട് മാത്രമേ നമ്മൾ പറയുള്ളൂ. ഇനി നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. കണ്ണട യൂസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ലാപ്പിൽ നോക്കി വായിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാകും കണ്ണട യൂസ് ചെയ്യാതിരുന്നാൽ. അപ്പോൾ ഫസ്റ്റ് സീക്രട്ടിലേക്ക് കിടക്കാം. എക്സ്ക്യൂസ് മീ ഗൈസ്, മെയിലൊന്ന് എടുക്കട്ടെ കേട്ടോ. സ്പെക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടോ? ബിക്കോസ് ഈ റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റ് സ്പെക്സിൽ ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ലല്ലേ? ഓക്കെ. ആദ്യത്തെ സീക്രട്ട്. ഞാൻ എൻ്റെ ബെസ്റ്റീനെ ഒരുപാട് സ്നേഹിക്കുന്നു. അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളില്ലാതെ പറ്റില്ല എനിക്ക്. ബട്ട് എനിക്കത് അവളോട് തുറന്നു പറയാൻ പേടിയാണ്. സത്യം പറഞ്ഞാൽ ഈ ബെസ്റ്റികളെ കൊണ്ട് കുടുങ്ങിയില്ലേ? ഫുള്ള് ബെസ്റ്റികൾ. നമ്മളിപ്പോൾ ലവേഴ്സിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ബെസ്റ്റീസാണ്. എന്തായാലും ബെസ്റ്റിയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് കാര്യം തുറന്നു പറയുന്നതിന് എന്താണ് ഇത്ര പേടി? കാരണം ബെസ്റ്റി അല്ലേ. നമുക്ക് ബെസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും പറയാം. അങ്ങനെയുള്ളൊരു ബെസ്റ്റിഷിപ്പ് അല്ലേ? സോ തുറന്ന് പറയൂ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ എന്തേലൊക്കെ ആയിക്കോളും. തുറന്ന് പറയാനുള്ളത് നമ്മൾ ആരോടായാലും എപ്പോഴായാലും പറയണം ഗൈസ്. നെക്സ്റ്റ് സീക്രട്ട്. എനിക്കൊരു സീക്രട്ട് ലവ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾക്കറിയില്ല. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കും ഞാനും അറിയില്ല. ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടി എൻ്റെ കസിനാണ്. ഓ, ഫാമിലിയിലിട്ട് കൊളുത്തുന്നു. പക്ഷേ ഇപ്പം അവൾക്ക് കുട്ടിയുണ്ട്. അയ്യോ സോറി. എന്നാലും ഇപ്പോഴും നമ്മൾ പരസ്പരം കാണുമ്പോൾ പഴയ കാര്യം പിന്നെ ഓർമ്മ വരും. അത് സ്വാഭാവികമാണ് നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് സീക്രട്ട്. I have completed my BBA from Leaders College and in between a new batch came and you know something, you have a secret love. Sorry, I have a secret love that I haven't said to that person and you know her name is Sneha. Oh my god. The continuation. Here the twist is the girl I love and your name is the same. She is studying PGDM course at Leaders College, Kannur. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോയിട്ട് പറയൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സീക്രട്ട്. സ്നേഹ, ഹലോ. ഇതെൻ്റെ കുട്ടിക്കാലത്ത് നടന്ന സംഭവമാണ്. ഞാൻ എൻ്റെ വീടിനടുത്തുള്ള കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവാറുണ്ടായിരുന്നു. അന്ന് എനിക്ക് വയസ്സ് 13. അങ്ങനെ ഒരു ദിവസം കടയിലേക്ക് പോകുമ്പോൾ ഒരാളെ കണ്ടു. അയാൾ എന്നോട് എൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. പേര്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പേടിച്ചിട്ട് എല്ലാം പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളെ വീണ്ടും കണ്ടു. അന്ന് അയാൾ എനിക്ക് കുറേ മിഠായി വാങ്ങിത്തന്നു. എന്നെക്കൊണ്ട് നിർബന്ധിച്ച് അത് വാങ്ങിപ്പിച്ചു. പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അയാളെ വീണ്ടും കണ്ടു. വീഡിയോ എടുക്കുമ്പോൾ അന്ന് അയാൾ എന്നെ പിടിച്ചു വെച്ച് ലിപ്പിൽ കിസ് ചെയ്തു. ഈ കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല. പിന്നീട് ഞാൻ ആ വഴിയിലൂടെ പോയില്ല, പകരം വേറൊരു വഴിയിലൂടെ പോയി. ആ വഴിയിലൂടെ പോയിട്ടും ഞാൻ അയാളെ കണ്ടു. അന്ന് ഞാൻ അയാളെ നല്ല ദേഷ്യത്തോടെ തുറിച്ചു നോക്കി. എൻ്റെ നോട്ടം കണ്ട അയാൾ പേടിച്ചെന്ന് തോന്നുന്നു. പിന്നീട് ഞാൻ അയാളെ കണ്ടിട്ടില്ല. അന്ന് ഞാൻ വിചാരിച്ചു ഈ നോട്ടം എനിക്ക് അന്ന് നോക്കിയാൽ മതിയായിരുന്നു എന്ന്. കിസ് ചെയ്തന്ന്. ഇന്ന് എനിക്ക് 22 വയസ്സായി. എൻ്റെ മാരേജ് കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ദിവസവും സെക്സിന് വേണ്ടിയിട്ട് നിർബന്ധിക്കും, എനിക്ക് പീരിയഡ്സ് ആണെങ്കിൽ പോലും. സോ സാഡ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ചില ആളുകൾക്ക് പെണ്ണിൻ്റെ ശരീരം മാത്രമാണ് വേണ്ടതെന്ന്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരും ഉണ്ട്. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അതായത് പെണ്ണിൻ്റെ മനസ്സ്, പെണ്ണിൻ്റെ എന്താ പറയുക, അതായത് പെണ്ണിൻ്റെ പുറമേയുള്ള സൗന്ദര്യം കണ്ട് സ്നേഹിക്കാതെ മനസ്സ് കണ്ട് സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുമുണ്ട്. ഇതുപോലത്തെ കുറച്ച് ആൾക്കാരുമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സീക്രട്ട്. ഓ മൈ ഗോഡ്. ഞാൻ ഈ പറയുന്നത് കുറച്ച് പേർക്കൊക്കെ അറിയാം.
എനിക്ക് ടെഡ്ഡി ബിയറിന് ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടതാണ്. അന്ന് മുതൽ എനിക്ക് അതിനെ കാണുന്നത് തന്നെ പേടിയാണ്. എന്താണെന്ന് അറിയില്ല, അതിനെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നും. എസ്പെഷ്യലി ബ്ലാക്ക് ടെഡ്ഡി ബിയർ. എനിക്കിപ്പോഴും അതിനെ പേടിയാണ്. എനിക്കിപ്പോൾ വയസ്സ് 21. ഞാൻ പറയാൻ പോകുന്ന സംഭവം നടക്കുന്നത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് സിറ്റിയിലാണ്. ഇവിടെ ഞാൻ ആരും ആയിട്ട് അത്ര കമ്പനിയല്ല. ഞാൻ ജനിച്ചു വളർന്നത് ഒരു നാട്ടിൻ പുറത്താണ്. അവിടെയുള്ള കുട്ടികളുടെ കൂടെയൊക്കെ ഞാൻ കളിക്കാൻ പോകുമായിരുന്നു. അധികവും ഞങ്ങൾ ഓരോ കുട്ടികളുടെ വീട്ടിൽ നിന്നാണ് കളിക്കാറ്. അങ്ങനെ ഒരു ദിവസം ഒരു കുട്ടീൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഞാൻ ഒരുപാട് ടെഡ്ഡി ബിയറിനെ കണ്ടു. എനിക്കത് കണ്ടപ്പോൾ തന്നെ പേടിയായി. ഞാൻ അതിൻ്റെ അടുത്തൊന്നും പോയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ അടുത്തൊന്നും പോയില്ല. എൻ്റെ ഫ്രണ്ട്സ് ആ ടൈമിൽ ടെഡ്ഡി ബിയറിനെ എടുത്ത് കളിക്കാൻ തുടങ്ങി. അവർ എൻ്റെ അടുത്തേക്കും എറിയാൻ തുടങ്ങി. ഞാനപ്പോൾ അവരോട് പറഞ്ഞു എനിക്ക് ഇതിനെ പേടിയാണെന്ന്. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അവർ നല്ലോണം ടെഡ്ഡി ബിയറിനെ എൻ്റെ മേലേക്ക് എറിയാൻ തുടങ്ങി. എനിക്കപ്പോൾ നല്ല സങ്കടവും ദേഷ്യവും പേടിയുമായി. ഞാൻ എന്നിട്ട് കരഞ്ഞു. ഞാൻ കരഞ്ഞിട്ടും ആ വീട്ടിലെ അമ്മ അത് മൈൻഡാക്കിയില്ല. എനിക്ക് സത്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എനിക്കൊന്ന് എൻ്റെ വീട്ടിൽ പോയാൽ മതി എന്നായി. അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടെഡ്ഡി ബിയർ ഞങ്ങൾ എടുത്തു വെച്ചു, നീ വാ എന്ന്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പോയി. ബട്ട് അവരെന്നെ പറ്റിക്കുകയായിരുന്നു. ലാസ്റ്റ് പേടിച്ചിട്ട് എനിക്ക് ശ്വാസം കിട്ടാതായി. അത് കണ്ട് അവർ പേടിച്ച് എന്നെ വീട്ടിലാക്കി തന്നിട്ട് എൻ്റെ അമ്മേനോട് കാര്യമൊക്കെ പറഞ്ഞു. അമ്മ അപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു. നിന്നോട് ആരാ പറഞ്ഞത് ഇവരുടെ കൂടെ പോവാനെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. ഞാനിപ്പോഴും അവരോട് മിണ്ടിയിട്ടില്ല. കാരണം ഇത് മാത്രമല്ല, വേറെ കുറച്ച് റീസൺസും ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ കുറച്ച് സാധനത്തിന് പേടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സീക്രട്ട് ഫേക്ക് അല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് സീക്രട്ട്. ഓർക്കാൻ ഇഷ്ടമല്ലാത്ത കുറച്ച് ദിവസങ്ങൾ. എനിക്ക് 20 വയസ്സിൽ പെട്ടെന്ന് ഒരു ദിവസം ഉമ്മാൻ്റെ ഏട്ടത്തിയും മോളും നിൽക്കാൻ വന്ന്. അത് ഉമ്മാക്ക് ഒരാഴ്ച അഡ്മിറ്റ് ആവാൻ ഉണ്ടായിനി. അപ്പോൾ ഉമ്മാൻ്റെ ഒപ്പരം മൂത്തമ്മാണ് പോകുന്നത്. അതുകൊണ്ട് എന്നെയും അനിയത്തിനെയും നോക്കാൻ കൊണ്ടുവന്നതാണ്. ഓൾ 25 വയസ്സുണ്ട്. അവൾക്ക് ഞാനുമായിട്ട് നല്ല കമ്പനിയാണ്. അങ്ങനെ എൻ്റെ ഫോൺ സിനിമ നോക്കാൻ എന്ന് പറഞ്ഞ് വാങ്ങി. എന്നിട്ട് കുളിച്ച് വരുമ്പോൾ നീ ഇംഗ്ലീഷ് പടം എല്ലാം കാണുമല്ലേ എന്ന് പറഞ്ഞ് ഫോൺ തന്ന്. അന്ന് രാത്രി ഒരു 11 മണിക്ക് പെട്ടെന്ന് ഓള് റൂമിലേക്ക് കയറി വന്നു. ഞാനാണെങ്കിൽ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് റൂമിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുമുണ്ടല്ലേ, ഇതെല്ലാം ഞാൻ നിൻ്റെ ഉമ്മാനോട് പറയും, നോക്കിക്കോ. നീ കളിക്കല്ലേ, ഉമ്മ അറിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം. നീ ഒന്നും വാങ്ങിത്തരണ്ട. ഞാൻ ചോദിക്കുന്നതിന് സത്യം പറയണം. നിൻ്റെ ഫോണിൽ ഞാൻ 2 വീഡിയോ കണ്ടിന്. അപ്പോൾ നിനക്ക് ഈ സ്വഭാവം ഉണ്ടല്ലേ. ഇനി അതുപോലെ നീ ആരെങ്കിലും ആക്കിനാ? ഇല്ല, അങ്ങനെ ഒന്നും ഇതുവരെ ആക്കിയിട്ടില്ല, സത്യം. എന്നിട്ടോട് റൂമിൽ നിന്ന് പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വന്ന് എൻ്റെ അടുത്ത് ഇരുന്നിട്ട് നിൻ്റെ വേറെ വീഡിയോ ഉണ്ടോ? ഞാൻ ആകെ ഒരിത്തായിപ്പോയി. ഇല്ല, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, നീ പോയിക്കോ. അനിയത്തി കണ്ടാൽ സീനാവും. അത് പ്രശ്നമൊന്നുമില്ല, ഓളെല്ലാം നേരത്തെ ഉറങ്ങി, അതുകൊണ്ട് പേടിക്കണ്ട. ഈടെ ഇപ്പോൾ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞ് കയറി പിടിച്ചു. നീ കളിക്കല്ലേ പോയേ, ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നീ എൻ്റെ ഏട്ടത്തിയാണോന്ന് പോകും. അങ്ങനെയെങ്കിൽ ഞാൻ നിൻ്റെ കാര്യം എല്ലാവരോടും പറയും. പിന്നെ രാത്രി നീ എന്നെ പിടിക്കാൻ വന്നു എന്ന്. അപ്പോൾ ആർക്കാണ് പ്രശ്നം? നിനക്ക് തന്നെ. ഇതാവുമ്പോൾ ആരും അറിയില്ല. അങ്ങനെ പറഞ്ഞ് ഓള് ഡ്രസ് ഫുൾ നേക്കഡായി എന്നർത്ഥം. ഞാൻ കുറേ പറഞ്ഞു വേണ്ട, ഒന്നും കേട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു അനക്കൊന്നും അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 2ആളും ഉറങ്ങി. രാവിലെ ആയപ്പോൾ ഓൾ വേഗം താഴേക്ക് പോയി അനിയത്തിക്ക് സ്കൂളിൽ പോകുമ്പോൾ കഴിക്കാനുള്ളതാക്കാൻ. അങ്ങനെ അനിയത്തി പോയി. ഓൾ വീണ്ടും മുകളിലോട്ട് വന്നിട്ട് പറഞ്ഞു ഉമ്മ നാളെ വരുമെന്ന്. പിന്നെ ഇതുപോലെ കാണാൻ പറ്റുമോ എന്നറിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഡ്രസ്. ഇനിയുള്ളത് എനിക്കിപ്പോൾ വായിക്കാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഉമ്മ വന്ന് അവർ പോയി. പിന്നെയും 3 പ്രാവശ്യം ഇതെല്ലാം നടന്ന്. അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് വന്നിട്ട് 1 കൊല്ലമായി. പിന്നെ അങ്ങനെ ഒന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഈ 1 കൊല്ലത്തിനിടയ്ക്ക് ഓളും ആയിട്ടൊരു കോണ്ടാക്റ്റ് ആക്കിയിട്ടില്ല.
നെക്സ്റ്റ് സീക്രട്ട്. അവളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 5ാം ക്ലാസ്സിൽ വെച്ചാണ്. അങ്ങനെ ഞങ്ങൾ 5 ആൾ ഒരു ടീമായി. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മനസ്സിൽ ചെറിയൊരു ഇഷ്ടം തോന്നി അവളോട്. അത് വേറെ ആരോടും പറയാതെ മനസ്സിൽ അങ്ങനെ തന്നെ വെച്ച് നടന്നു. ഇഷ്ടം പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് പോകുമെന്ന ഭയമായിരുന്നു ഉള്ളിൽ. ചില സമയത്ത് ഓളെ പെരുമാറ്റം കണ്ടാൽ എല്ലാം തുറന്നു പറയാം എന്ന് പോലും തോന്നിപ്പോകും. ഡെയിലി കോൾ ആക്കും, മെസ്സേജ് ആക്കും, എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറയും. അങ്ങനെ 5, 6, 7, 8, 9 കഴിഞ്ഞ് 10th എത്തി. അത്രയും കൊല്ലമായിട്ടും ഓളെ സ്വഭാവത്തിനൊരു മാറ്റം പോലും വന്നില്ല. ആരെങ്കിലും ഓളെ പ്രപ്പോസ് ആക്കിയാൽ പറയും ഞാനും ഓളും ഇഷ്ടത്തിലാണെന്ന്. എത്രയോ പേര് ചോദിച്ചിനി നിങ്ങൾ രണ്ടും ഇഷ്ടത്തിലാണോ എന്ന്. അതുപോലെയാണ് ആ ബന്ധം ഉണ്ടായത്. അങ്ങനെ 10th ലാസ്റ്റ് ദിവസം പോകാൻ നേരത്ത് ഓൾ എൻ്റെ അടുത്ത് വന്നിട്ട് നിനക്ക് എന്നോട് നിനക്ക് എന്നോട് എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഞാനാണെങ്കിൽ ഒന്ന് സ്റ്റെക്കായിപ്പോയി. ഞാൻ പറഞ്ഞ് എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നാനോ? എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയണോ എന്നോ? അനക്കെന്താ പ്രാന്തുണ്ടോ? നിന്നെ നോക്കാൻ അനക്കെന്താ പ്രാന്തുണ്ടോ? നിന്നെ നോക്കാൻ നിൻ്റെ ഈ സ്വഭാവം വെച്ച് ആരെങ്കിലും നിന്നെ നോക്കൂ എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കി. പക്ഷേ അത് പറയുമ്പോൾ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് ഓളെ ഇഷ്ടമായിരുന്നു എന്ന കാര്യം ഒരാൾക്ക് പോലും അറിയില്ല. അങ്ങനെ ഇപ്പോൾ ജസ്റ്റ് 2 months മുമ്പ് ഓള് കോളാക്കി പഴയ കാര്യമെല്ലാം പറഞ്ഞ്. അതിൻ്റെ ഇടയിൽ ഓളൊരു കാര്യം പറഞ്ഞു. എനിക്ക് നിന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. അത് നിന്നോട് പറഞ്ഞാൽ നീ എന്നോട് മിണ്ടാൻ വരില്ല എന്ന് വിചാരിച്ച്. അത് ഓള് പറഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് എല്ലാം വെള്ളം വരാൻ തുടങ്ങി. പിന്നെ ഫുൾ മൈൻഡ് ഔട്ടായി. എനിക്ക് ഓളെ ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ ഇതുവരെ ഓളോട് പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഓളെ കല്യാണമാണെന്ന് തോന്നുന്നു. സാഡ്. ഇങ്ങനെ പറയാതെ പോയ ഒരുപാട് പ്രണയം പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും സ്റ്റിൽ അത് നടന്നുകൊണ്ടിരിക്കാൻ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ സീക്രട്ട് ഞാനുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെയിൽ അയച്ചാൽ മതി. എൻ്റെ മെയിൽ ID ഇതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ.